കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, തേജസ്കരണ കാലത്തെ അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. നാളെ മുതൽ സഭയുടെ സഭാവത്സരത്തിൻ്റെ 7ാം കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ സ്ലീബായുടെ പുകഴ്ചയുടെ സ്ലീബ പെരുന്നാളിൻ്റെ കാലം. ഈ തേജസ്കരണത്തിൻ്റെ അവസാനത്തെ ഈ ഞായറാഴ്ച നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു ചിന്താ വിഷയമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. 3 വാക്യങ്ങൾ, ഗൗരവമുള്ള 3 ചിന്തകൾ. കർത്താവ് പറയുന്നത് ഓരോ വാക്യവും വളരെ ഗൗരവത്തോടെ ചിന്തിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കട്ടെ. 3 ചിന്തകൾ ഇതാണ്. നമ്മളിത് തിരിച്ച് 1, 2, 3 എന്നതിന് പകരം 3, 2, 1 ചിന്തിക്കാൻ പോവുകയാണ്. കർത്താവ് നമ്മോട് പറയുകയാണ്, മനുഷ്യപുത്രന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ അവസാന വിധിയെക്കുറിച്ചാണ്. കർത്താവിന്റെ മുൻപിൽ വന്ന് നിൽക്കേണ്ടി വരും, ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. ആ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കാൻ വേണ്ടി കരുത്ത് വേണം. എങ്ങനെയുള്ള കരുത്ത് വേണം? സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണം. കർത്താവിന്റെ ജീവിതം പ്രാർത്ഥന ആവശ്യമില്ലായിരുന്നെങ്കിൽ പോലും നിരന്തരമായ പ്രാർത്ഥനയുടെ ജീവിതമായി. അങ്ങനെയാണെങ്കിൽ ബലഹീനരായ നമ്മള്, പാപികളായ നമ്മള് എന്തോരം ശക്തി ആർജിക്കണം പ്രാർത്ഥനയിലൂടെ. അതിന് കർത്താവ് പറയുന്ന കാരണം ഇതാണ്. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മരണം കടന്നു വരുന്നത് എന്ന് നമുക്കറിയില്ല. ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീണു. അപ്പൊ നമ്മൾ ഒരുങ്ങേണ്ടത് മരണത്തിന് വേണ്ടിയാണ്. മരണത്തിന് വേണ്ടി ഒരുങ്ങിയെങ്കിൽ മാത്രമേ കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ ഭയം കൂടാതെ നിൽക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു നല്ല മരണം ലഭിച്ചെങ്കിൽ മാത്രമേ മരണാനന്തരം കർത്താവിന്റെ ന്യായാസനത്തിൽ അവന്റെ വലതുവശത്ത് നിൽക്കുവാൻ ഭാഗ്യം കിട്ടത്തുള്ളൂ. ഒരു നല്ല മരണം കിട്ടുവാൻ വേണ്ടിയാണ് ജാഗരൂകരായിരിക്കേണ്ടത്, കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കേണ്ടത്. കള്ളൻ ഏത് യാമത്തിൽ വരുമെന്ന് അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കേണ്ടത്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാരെ കുറിച്ച് പറയുന്നു. ജാഗരൂകരായിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച്. മണവാളനെ സ്വീകരിക്കാൻ പോയ 10 കന്യകമാർ അവരോട് പറഞ്ഞിരുന്നു, ഒരുക്കത്തോടെ ഇരിക്കണം. ഒരു മണവാളനെ സ്വീകരിക്കാനാ പോയത്. അവർക്കറിയാം, മണവാളനെ സ്വീകരിക്കുവാൻ വിളക്ക് വേണം, വിളക്ക് തെളിയണമെങ്കിൽ എണ്ണ വേണം. മണവാളനെ എപ്പോ വേണമെങ്കിലും വരാം, ഏത് യാമത്തിൽ വേണമെങ്കിലും വരാം. അത്രയും കരുതലോടെ, അത്രയും ജാഗ്രതയോടെ, അത്രയും ഒരുക്കത്തോടെ ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ വചനം പറയുന്നു, 5 പേര് ബുദ്ധിയില്ലാത്തവരായിരുന്നു. ഒരു വിളക്കെടുത്തു, പക്ഷേ വിളക്കിൽ എണ്ണയുണ്ടോ എന്നവർ നോക്കിയില്ല. പാത്രത്തിൽ എണ്ണ ശേഖരിക്കുവാൻ അവർ പരിശ്രമിച്ചില്ല. എങ്ങനെയാണ് എണ്ണ കരുതേണ്ടത്? ഇതാണ് ഈ തിരുവചനത്തിന്റെ 1-ാമത്തെ ഭാഗം. സുഖലോലിപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരുപാട് വിപത്തുകളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഒരുപാട് വിപത്തുകളുടെ സംഗ്രഹമാണ് പറഞ്ഞിരിക്കുന്നത്. സുഖലോലിപത, ഇതിന്റെ അർത്ഥം ഈ ലോകത്തിൽ മനുഷ്യൻ എപ്പോഴും സുഖിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് സുഖിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം
അവന്റെ ജഡത്തിന് താല്പര്യങ്ങൾ കുത്തി ജീവിക്കുക. അവന് കണ്ണിന് കുളിർമയുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ കാണുക, അവന്റെ കാതിന് കൗതുകം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കാനും ഇന്റർനെറ്റ് കാണാനും അല്ലെങ്കിൽ നല്ല പാട്ട് കേൾക്കാനും ഒക്കെയുള്ള പ്രവണതകൾ ഉണ്ടാകുന്നതിന് കാരണം അതാണ്. അത് നമ്മുടെ ശരീരത്തിന് സുഖം തരും, കണ്ണിന് കുളിർമ തരും, കാതിന് കൗതുകം തരും, മനസ്സിന് ഇക്കിളി തരും. ഇതൊക്കെ കാണാനും കേൾക്കാനും ഇഷ്ടമാണ്. നല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, ചുമ്മാ കിടന്ന് ഉറങ്ങാൻ ഇഷ്ടമാണ്, അലസമായി ജീവിക്കാൻ ഇഷ്ടമാണ്. ഇതെല്ലാം സുഖലോലുപതയുടെ ഭാഗങ്ങളാണ്. അണിഞ്ഞൊരുങ്ങി നടക്കുക, മറ്റുള്ള മുമ്പിൽ. പ്രിയ സഹോദരങ്ങളെ, സുഖലോലുപത എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ നിന്ന് നിന്നെ അകറ്റുന്ന ഏറ്റവും വലിയ ശത്രു. നീ കഠിനാധ്വാനം ചെയ്യേണ്ടവനാണ്, നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കേണ്ടവനാണ്. അതൊരു ശിക്ഷയല്ല, അത് രക്ഷയുടെ ഭാഗമാണ്. ജീവിതത്തിൽ ഏത് കാര്യവും വിജയിക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനം ചെയ്യാതെ അവൻ ഒരിക്കലും നല്ല വിജയം പ്രാപിക്കുവാൻ സാധിക്കത്തില്ല. പരമ്പരാജയം വിജയിക്കാൻ സാധിച്ചേക്കും. അവൻ 100-ൽ 100 മാർക്ക് വാങ്ങിക്കണമോ, 100-ൽ 99 മാർക്ക് വാങ്ങിക്കണമോ, അവൻ കഠിനാധ്വാനം ചെയ്യണം. രാത്രികളെ അവൻ പകലാക്കണം. കണ്ണിൽ എണ്ണയൊഴിച്ച് അവൻ കാത്തിരിക്കണം. ക്ലാസ്സുകൾ നന്നായി ശ്രദ്ധിക്കണം, പാഠങ്ങൾ നന്നായി മനഃപ്പാഠമാക്കണം. ശ്രദ്ധയോടെ ജാഗ്രതയോടെ കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ അവന് പഠനത്തിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കത്തുള്ളൂ. നീ ഒരു കൃഷിക്കാരനാണെങ്കിൽ നീ മണ്ണിൽ കഠിനാധ്വാനം ചെയ്യണം. നീ വിത്ത് വിതച്ചേച്ച് നീ ഇപ്പൊ കിടന്ന് ഉറങ്ങിയാൽ നിനക്കത് ഫലം നൽകില്ല. നീ അതിന്റെ കൂടെ വസിക്കണം, കള പറിക്കണം, വെള്ളമൊഴിക്കണം, വളമിടണം, കിളിയെ ഓടിക്കണം. അങ്ങനെ ജാഗ്രതയോടെ നീ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നിനക്ക് നല്ല ഫലം ലഭിക്കത്തുള്ളൂ. ജീവിച്ചിട്ട് ബാക്കി 15 ദിവസം പട്ടിണി കിടക്കുന്ന ഒരു വീട്ടമ്മ ഉത്തമയായ അമ്മയല്ല. വളരെ ഗൗരവത്തോടെ നാം എടുക്കണം നമ്മുടെ ജീവിതത്തെ. സുഖലോലുപത്തിൽ ജീവിക്കേണ്ടവരല്ല. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു മദ്യാസക്തി. ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കൊച്ചു കുട്ടികൾ പോലും 5-ലും 6-ലും 7-ലും 8-ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പോലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ്. സ്കൂളുകളുടെ ചുറ്റുപാടുകളിൽ തന്നെ കൊച്ചു കൊച്ചു മാടക്കടകളിൽ ഇതെല്ലാം ലഭ്യമാണ്. ഇത് കൊടുക്കുവാന് ഇഷ്ടംപോലെ നാട്ടുകാരും കൂട്ടുകാരും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കള്ളക്കടത്ത് ലഹരി കള്ളക്കടത്താണ്. ഇതുകൊണ്ട് കിട്ടുന്നത് കോടാനുകോടി സ്വത്താണ്. ഈ ദുഷ്ടമായ മാർഗം സ്വീകരിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്ന എന്തോരം മനുഷ്യരുണ്ട്. മദ്യം വഴി മയക്കുമരുന്ന് വഴി എന്തോരം ആത്മാക്കളാണ് നഷ്ടപ്പെടുന്നത്. വ്യക്തികൾ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, എത്ര കുടുംബങ്ങൾ നശിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുകയും നാം ഒരു മദ്യപാനിയാണെന്ന് വിചാരിക്കുക. നാം മദ്യപിച്ച് കൂത്താടി ആ രാത്രി ഞാൻ മരിച്ചു എന്ന് വിചാരിച്ച് എന്താ നിന്റെ ഗതി? നീ എവിടെ എത്തും? പ്രിയ സഹോദരങ്ങളെ, മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കത്തില്ല. മദ്യപാനി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് 100 വട്ടം തമ്പുരാൻ നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു മദ്യപാനിക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. മദ്യം വിഷമാണ്, അവൻ കലഹപ്രിയനാണ്, അവൻ ദൈവത്തിന്റെ ശത്രുവാണ്. അതിന്റെ 100 ഇരട്ടി ശത്രുവാണ്, ദ്രോഹിയാണ് മയക്കുമരുന്ന്. കാരണം അവന്റെ ജീവിതം പോലും താറുമാറായി പോകും, സമനില തെറ്റിപ്പോകും, സ്വസ്ഥത നഷ്ടപ്പെടും, അവൻ ഏകാഗ്രത ഇല്ലാതാകും, അവന്റെ ബുദ്ധി മാന്ദ്യം സംഭവിക്കും, അവൻ മനുഷ്യനല്ലാതെ തീരും, അവൻ മൃഗമായി തീരും. ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യരാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയാകുന്നത്. നീ സുഖലോലുപതയിൽ ജീവിച്ച് നീ പെട്ടെന്ന് മരിച്ചാൽ നിന്റെ ജീവിതം എന്താണ്? നീ മദ്യത്തിനും മയക്കുമരുന്നും അടിമയായി നീ പെട്ടെന്ന് മരിച്ചാൽ നിന്റെ ജീവിതം എന്താണ്? ഓർത്തുകൊള്ളണം, മരണം നമ്മളോട് പറഞ്ഞിട്ട് കടന്നു വരുന്ന ഒന്നല്ല. അത് കണ്ണുമീക്കുന്ന നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരും.
അതുകൊണ്ടാണ് സുറിയാനിക്കാര് പാടുന്നത്, ഇന്നലെയുള്ളൂ ഇന്നിവിടില്ല, ഇനി വരികയില്ല, യാത്രക്കാരാ നിൻ മുൻപിൽ ഖബറിടമല്ലോ. ഇന്നലെയുള്ളവരെ ഇന്ന് കാണാനില്ല. നടക്കുന്ന ഓരോ സ്റ്റെപ്പും ഖബറിടത്തിലേക്കാണ് നടക്കുന്നത്, കുഴിമാടത്തിലേക്കാണ് നടക്കുന്നത്. പക്ഷെ എത്ര പേര് ഇത് ഓർക്കും? എത്ര പേര് ഇത് ചിന്തിക്കും? വളരെ 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 ചെറിയ പേര്, ശതമാനം മാത്രമേ ഇത് ഓർമ്മിക്കാറുള്ളൂ. അവരുടെ തത്വം അങ്ങനെയല്ല. എന്തിനാ മരണത്തെ ഓർത്ത് പേടിച്ചിരിക്കുന്നേ? സുഖിച്ച് ജീവിക്കണം, സുഖലോലുപതയിൽ ജീവിക്കണം, തിന്നുകുടിച്ച് മെതിച്ച് ജീവിക്കണം, മദ്യപിച്ച് ലഹരിയിൽ നിറഞ്ഞു ജീവിക്കണം, ആസ്വദിച്ച് ജീവിക്കണം. ജീവിതത്തിന്റെ ആസ്വദിക്കാവുന്ന എല്ലാം ആസ്വദിക്കണം. നാശത്തിന്റെ വഴി, നരകത്തിന്റെ വഴി തിരിച്ചറിയുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അതിനെ വീണ്ടും പറയുകയാണ്, സുഖലോലിപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. കർത്താവ് ആവർത്തിച്ച് പറയും, ഒന്നിനെ കുറിച്ചും വ്യഗ്രതപ്പെടേണ്ട, ഒന്നിനെ കുറിച്ചും വ്യഗ്രതപ്പെടേണ്ട. ഇന്നുള്ളതും നാളെ തീരെറിയുന്നതുമായ പുലിനെ ദൈവം അണിയിച്ചൊരുക്കുന്നതെങ്കിൽ, ആകാശത്തെ പറവയെ ദൈവം തീർച്ച തൃപ്തിപ്പെടുത്തുന്നെങ്കിൽ, ദൈവത്തിന്റെ രൂപത്തിലുള്ള, ദൈവത്തിന്റെ ആത്മാവിലുള്ള, ദൈവത്തിന്റെ മനുഷ്യനെ എത്രയോ കൂടുതൽ ദൈവം അണിയിച്ചൊരുക്കും. എത്രയോ കൂടുതൽ ദൈവം അവന്റെ ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷേ മനുഷ്യൻ എന്തോരം വ്യഗ്രതയിലാണ് ജീവിക്കുന്നേ. നാളെ കുറിച്ച് വ്യഗ്രതപ്പെട്ട് ജീവിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും. ഇന്നെങ്ങനെ ജീവിക്കുമെന്നല്ല, നാളെ എങ്ങനെ ജീവിക്കും, ഇതാ മനുഷ്യന്റെ വ്യഗ്രത. പക്ഷെ നമുക്കറിയാം, നാളെ എന്നൊന്നില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നാളെ വന്നിട്ടില്ല, ഇന്ന് മാത്രമേ ഉള്ളൂ മനുഷ്യ ജീവിതത്തിൽ. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഇന്നിന്റെ വ്യഗ്രത നിനക്ക് മതി. എന്തിനാ ജീവിത വ്യഗ്രത? എന്നെയും നിങ്ങളെയും ദൈവം നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് ദൈവത്തിന് ഇഷ്ടമുള്ള സ്ഥലത്ത് സൃഷ്ടിച്ചു. നമ്മളാരും ചോദിച്ചിട്ടില്ല, നമ്മളാരും നമ്മുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുത്തില്ല, നമ്മളാരും നമ്മുടെ കുടുംബം തിരഞ്ഞെടുത്തില്ല, നമ്മളാരും നമ്മുടെ ദേശം തിരഞ്ഞെടുത്തില്ല, നമ്മളാരും നമ്മുടെ രാജ്യം തിരഞ്ഞെടുത്തില്ല, നമ്മളാരും നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരത്തിന്റെ വടിവ് തിരഞ്ഞെടുത്തില്ല. ദൈവം ഇതെല്ലാം നമുക്ക് നൽകിയത്. നീ നീളമുള്ളവനാണോ, നീ കുറിയവനാണോ, നീ വണ്ണമുള്ളവനാണോ, നീ നിറമുള്ളവനാണോ, ഇതൊന്നും നീ നിശ്ചയിച്ചതല്ല. ഇതൊക്കെ ദൈവം തന്ന ദാനങ്ങളാണ്. നീ സമ്പത്തുള്ള കുടുംബത്തിൽ ജനിച്ചോ, നീ ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ചോ, നീ വിദ്യാഭ്യാസമുള്ള കുടുംബത്തിൽ ജനിച്ചോ, വിദ്യാഹീനായ കുടുംബത്തിൽ ജനിച്ചോ, ഇതൊന്നും നീ നിശ്ചയിച്ചതല്ല. ഇതെല്ലാം ദൈവം ദാനമായി നൽകിയതാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ എല്ലാ ജീവിതക്രമങ്ങളും ദൈവമല്ലേ നയിക്കുന്നത്, ദൈവമല്ലേ നിയന്ത്രിക്കുന്നത്, ദൈവമല്ലേ പരിപാലിക്കുന്നത്. നീ വ്യഗ്രതപ്പെട്ടത് കൊണ്ട് എന്ത് പ്രയോജനം? നീ വ്യഗ്രതപ്പെട്ടത് കൊണ്ട് നിന്റെ തലയിൽ ഒരു നാര് കറുത്തതോ വെളുത്തതോ ആക്കാൻ നിനക്ക് സാധിക്കുമോ? നിന്റെ നീളത്തിൽ ഒരു ഇഞ്ച് കൂട്ടുവാനോ കുറയ്ക്കുവാനോ നിനക്ക് സാധിക്കുമോ? നിന്റെ വണ്ണം അല്പമെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ നിനക്ക് സാധിക്കുമോ? നിന്റെ ആയുസ് അല്പമെങ്കിലും നീട്ടാനോ കുറയ്ക്കാനോ നിനക്ക് സാധിക്കുമോ? നിന്റെ നിറം മാറ്റാൻ നിനക്ക് സാധിക്കുമോ? പിന്നെ നീ വ്യഗ്രതപ്പെടുന്നേ. എല്ലാം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് മാത്രമേ നടക്കൂ. പക്ഷെ ദൈവത്തിന്റെ പദ്ധതികളെല്ലാം നന്മയ്ക്കുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരുപാട് താല്പര്യങ്ങൾ നമുക്കുണ്ട്. സുഖലോലിപത, മദ്യാസക്തി, ജീവിതത്തിന്റെ വ്യഗ്രത. വിശുദ്ധനായ അഗസ്തീനോസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മനുഷ്യനാണ്. അവൻ ഈ ലോകത്തിൽ ഈ പറഞ്ഞതുപോലെ ജീവിച്ചു, സുഖലോലിപതയിൽ ജീവിച്ചു, മദ്യാസക്തിയിൽ ജീവിച്ചു, ജഡീക പാപത്തിൽ ജീവിച്ചു. പക്ഷേ അവൻ ദൈവത്തെ അന്വേഷിക്കുവാൻ തുടങ്ങി. ഒരു സുപ്രഭാതത്തിൽ അവനൊരു സ്വരം കേട്ടു, എടുത്തു വായിക്കുക. ജീവന്റെ പുസ്തകം എടുത്തു വായിച്ചു. റോമാക്കാരുടെ ലേഖനം 13-ാം അധ്യായം 13-14 വാക്യങ്ങൾ അവന്റെ ഹൃദയത്തിൽ തട്ടി, ചങ്ക് പിളർന്നു. അവനോട് പറയുകയാണ്, രാത്രി കഴിയാറായി, പകൽ ആസന്നമായിരിക്കുന്നു, രാത്രിയുടെ എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിക്കുക. സുഖലോലിപത, മദ്യാസക്തി, ജഡത്തിന്റെ പ്രവണതകളെല്ലാം ഉപേക്ഷിക്കുക. ഒറ്റ നിമിഷം
ബഹും പാപിയായ അഗസ്തീനോസ് മാറി. വിശുദ്ധനായി, പുരോഹിതനായി, മെത്രാസനായി, പണ്ഡിതനായ വിശുദ്ധനായി, വിശുദ്ധനായ പണ്ഡിതനായി രൂപാന്തരപ്പെട്ടു. എനിക്ക് എന്നോടും നിങ്ങളോടും ദൈവം ഇന്ന് തന്നെ പറയുന്നു, ദൈവം തന്ന ജീവിതം സുഖലോലുപത്തിൽ ജീവിക്കേണ്ടതല്ല, മദ്യാസക്തിയിൽ ജീവിക്കേണ്ടതല്ല, ജഡീക പാപങ്ങളിൽ ജീവിക്കേണ്ടതല്ല, മറിച്ച് ജാഗ്രതയോടെ കാത്തിരിക്കണം, കഠിനാധ്വാനം ചെയ്ത് കാത്തിരിക്കണം. എന്തിനു വേണ്ടി? ഈ ലോകത്തിൽ നിന്നും നീ വേർപ്പെടുത്തപ്പെടുന്ന സമയത്തെ കുറിച്ച് വേണ്ടി, ഒരു നല്ല മരണത്തിന് വേണ്ടി കാത്തിരിക്കണം. ഒരു നല്ല മരണം കിട്ടിയെങ്കിൽ മാത്രമേ നിനക്ക് തമ്പുരാന്റെ ന്യായാസനത്തിന് മുൻപിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ സാധിക്കത്തുള്ളൂ. തമ്പുരാൻ നിന്നെ നോക്കി പറയണം, കൊള്ളാം, ഗുണവാനും വിശ്വസ്തനുമായി ഭൃത്യം, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു. ഒരു നിമിഷം കണ്ണടച്ച് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കിക്കേ, ദൈവം തന്ന ഈ കൊച്ചു ജീവിതം എത്ര വിശ്വസ്തയോടെ നമ്മൾ ജീവിക്കുന്നത്? പഠിക്കുന്ന കുട്ടി വിശ്വസ്തയോടെ പഠിക്കുന്നുണ്ടോ? പഠിക്കേണ്ട സമയത്ത്, പഠിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഇവരെന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്? ഇവരെന്തെല്ലാം എന്തിനെല്ലാം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്? പഠിക്കേണ്ട സമയത്ത് പഠിക്കുവാൻ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുവാൻ, കളിക്കേണ്ട സമയത്ത് കളിക്കുവാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? മറിച്ച് എത്ര വികൃതമായ ഒരു ജീവിതം, അരുത് എന്ന് പറയുന്ന എത്രയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. ചെയ്യരുത്, പറയരുത്, പോകരുത് എന്നൊക്കെ പറയുമ്പോഴ് അതിന്റെ പുറകെ ഓടുന്നവരല്ലേ നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും. മറിച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി, വിശ്വസ്തയോടുകൂടി, വിശുദ്ധിയോടുകൂടി നിർവഹിക്കുവാൻ എത്രമാത്രം താല്പര്യം നമുക്കുണ്ട്. ഏതെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യുന്നവൻ തന്റെ ദൗത്യം കൃത്യമായി വൃത്തിയായി ചെയ്യുന്ന എത്ര പേരുണ്ട്? കൃത്യസമയത്ത് ഓഫീസിൽ പോകുന്ന എത്ര പേരുണ്ട്? കൃത്യമായി ഫയലുകളൊക്കെ നോക്കി മറ്റവന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന എത്ര പേരുണ്ട്? കള്ളത്തരങ്ങൾ കാണിച്ച്, കൈക്കൂലി വാങ്ങിച്ച്, മറ്റുള്ളവരെ ചതിച്ച്, വഞ്ചിച്ച് എന്തിനാ ജീവിക്കുന്നേ? ഈ ലോക ജീവിതം തമ്പുരാന്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കുവാൻ പഠിക്കണം. മനുഷ്യനെ കളിപ്പിക്കാം, ദൈവത്തെ കളിപ്പിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. നിങ്ങളുടെ അധികാരികളെ കളിപ്പിക്കാം, ദൈവത്തെ കളിപ്പിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. നീ പറയുന്ന എല്ലാ വാക്കുകൾക്കും, നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നീ കണക്ക് പറയേണ്ടി വരും. നന്മയായിട്ടുള്ളതോ തിന്മയായിട്ടുള്ളതോ എന്തുമായിക്കൊള്ളട്ടെ, നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും തമ്പുരാന്റെ മുമ്പിൽ നീ കണക്ക് പറയണം. ആലോചിച്ചു നോക്ക്, നിന്റെ വിളക്ക് എത്രമാത്രം വൃത്തിയുള്ളതാണ്. ആലോചിച്ചു നോക്ക്, നിന്റെ വിളക്കിൽ എത്രമാത്രം എണ്ണയുണ്ട്. ആലോചിച്ചു നോക്ക്, ഈ വിളക്കിന് പുറമെ പാത്രങ്ങളിൽ എന്തുമാത്രം എണ്ണ ശേഖരിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ട്. നീ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തുമാത്രം നീ ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ട്, എത്രമാത്രം നീ ബലിയില് ആത്മാർത്ഥമായി പങ്കുപറ്റുന്നുണ്ട്, എത്രമാത്രം വിശുദ്ധമായിട്ടാണ് നീ ജീവിക്കുന്നത്, എന്തുമാത്രം സത്യസന്ധമായിട്ടാണ് നീ ജീവിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നിന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കാത്ത എല്ലാം പിശാചിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൽ നിന്നെ അകറ്റുന്ന എല്ലാ പ്രവൃത്തിയും പിശാചിന്റെ പ്രവൃത്തിയാണ്. നീ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് ജീവിക്കേണ്ടവനാണ്. ഓർത്തുകൊള്ളുക, നീ ഇവിടെയും ദൈവത്തോടത്ത് വസിക്കണം, മരണാനന്തരവും ദൈവത്തോടത്ത് വസിക്കേണ്ടവനാണ്. ഇവിടെ നീ ദൈവത്തോടത്തല്ല വസിക്കുന്നതെങ്കിൽ ഒരിക്കലും നിനക്ക് മരണാനന്തരം ദൈവത്തോടത്ത് വസിക്കുവാൻ സാധിക്കത്തില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മനുഷ്യരെ കളിപ്പിക്കാം, ദൈവത്തെ കളിപ്പിക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കത്തില്ല. അവനെ തുറന്നു വെച്ചിരിക്കുന്ന കണ്ണുകളിൽ നിന്ന് ഒരു നിമിഷം പോലും നമ്മൾ മാറുന്നില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല, ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം പകൽ നട്ടുച്ച നേരത്തെ വെളിച്ചത്തിൽ കാണുന്നെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അതുകൊണ്ട് മരണത്തെ കൺമുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കണം. ഇപ്പൊ മരണം വന്നാലും സന്തോഷത്തോടുകൂടി കണക്കുകളെല്ലാം തീർത്ത്, അതെ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് പറയാൻ കഴിയണം, നല്ല ഓട്ടം ഓടി, നല്ല പോർ പൊരുതി, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ തക്കവണ്ണം നല്ല ഓട്ടം ഓടുക, നല്ല പോർ പൊരുതുക. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ സജ്ജമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും ദൈവം ശപിക്കപ്പെട്ടവരെ എന്ന് നമ്മെ നോക്കി വിളിക്കുവാൻ ഇടവരരുത്. ഒരു ശപിക്കപ്പെട്ട ജന്മത്തിന്റെ ഉടമയായി മാറരുത്. അനുഗ്രഹീതമായ ഒരു ജീവിതത്തിന്റെ ഉടമയായിട്ട് തീരുവാൻ പ്രാർത്ഥിക്കണം.
ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും പറയാൻ കഴിയണം, ഒരു നല്ല ജന്മം, അനുഗ്രഹീത ജന്മം എന്ന് പറയുവാനിട വരണം. ഒരു ശപിക്കപ്പെട്ട ജന്മം എന്ന് നമ്മളെ കുറിച്ച് പറയാതിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കൊച്ചു ജീവിതത്തെ കൂടുതൽ കൃതകർമ്മപ്പെടുത്താം. ദൈവത്തിന് നിരക്കാത്ത എല്ലാം ജീവിതത്തിൽ നിന്നും ദൂരെ വലിച്ചെറിയാം. സാത്താനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും അന്ധകാര പാതാളത്തിലേക്ക് വലിച്ചെറിയാം. ദൈവീകമായ ജീവിതം കൂടുതൽ ധന്യമാക്കുവാൻ കൃപ തരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ പ്രത്യേകമായി മധ്യസ്ഥം യാചിക്കാം. സ്വർഗീയ മധ്യസ്ഥന്മാരുടെ പ്രത്യേകമായി മധ്യസ്ഥം യാചിക്കാം. സകല പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥം യാചിക്കാം. കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ അനുഗ്രഹീതമായ ഒരു നല്ല ജീവിതം നയിക്കുവാനുള്ള കൃപ എനിക്ക് നിങ്ങൾക്കും ലഭിക്കട്ടെ. നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും തന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.